ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ഇളക്കിയതിൽ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ച് ദേവസ്വം ബോർഡ്. അനുമതി തേടാതെ പാളി ഇളക്കി കൊണ്ടുപോയതിലാണ് മാപ്പ് അപേക്ഷിച്ചത്. രേഖകൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ഇന്ന് തന്നെ രേഖകൾ എത്തിച്ചാൽ ഇന്ന് തന്നെ പരിശോധിക്കുമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കി, അതുകൊണ്ട് തിരികെ എത്തിക്കാൻ കഴിയില്ല, ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്നായിരുന്നു. അത് കോടതിയെ ധരിപ്പിച്ചോ? അതിനുശേഷമാണോ ഈ മാപ്പ് അപേക്ഷിച്ചത്? തീർച്ചയായും ഇന്നലെ തന്നെ ഒരു റിവ്യൂ പെറ്റീഷൻ, ഒരു പുനഃപരിശോധന ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്ന് ഈ വിഷയം പ്രത്യേകമായി കഴിഞ്ഞ ദിവസം ഇന്ന് ഈ വിഷയം എടുക്കുമെന്നായിരുന്നു ദേവസ്വം ബെഞ്ച് അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോ ആ ഹർജി എടുത്തിരിക്കുന്നു. ആ ഹർജിയിലാണ് വളരെ വിശദമായി തന്നെ സർക്കാർ ചില കാര്യങ്ങൾ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഈ സ്വർണ്ണപാളി, ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപാളി സ്പോൺസർ ചെയ്ത ആൾ അത് നിർമ്മിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ രൂപത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല, കൊണ്ടുപോയ 9 തന്നെ ഇത് ഉരുക്കുകയും ചെയ്തു. അതുകൊണ്ട് അടിയന്തരമായി തിരിച്ചെത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് പാലിക്കാൻ കഴിയാത്തതിൽ നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഹൈക്കോടതി അടിയന്തരമായി തന്നെ അത് തിരിച്ചെത്തിക്കേണ്ടതില്ല. പക്ഷെ ചില കാര്യങ്ങൾ കോടതി വളരെ കർശനമായി തന്നെ പറയുന്നുണ്ട്. ശ്രീകോവിലുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കഴിഞ്ഞ 2018 മുതൽ ശ്രീകോവിലിന്റെ ഭാഗത്തുള്ള ഏതൊക്കെ തരത്തിലുള്ള സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മഹസറുകളും ഹാജരാക്കണം. അത് കോടതി വളരെ വിശദമായി തന്നെ പരിശോധിക്കും. ഈ ശില്പങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള സ്വർണ്ണപാളികളിലൊക്കെയുള്ള മുഴുവൻ അന്നത്തെ മഹസറിലുള്ള കാര്യങ്ങൾ അതേപോലെ ഇപ്പോഴും ഉണ്ടോ എന്ന് വളരെ വിശദമായി തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് ശില്പവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണം. 2018 മുതൽ ഉള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള മഹസർ ഉൾപ്പെടെയുള്ള കാര്യം, ആ മഹസറിൽ കൃത്യമായി തന്നെ അതത് സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തും. അത് മുഴുവൻ പരിശോധിച്ചാണ് ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായാലും കോടതിയുടെ ഇടപെടൽ അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. തീർച്ചയായും ഇതൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം ഈ സ്വർണ്ണപാളി കൊണ്ടുപോവുകയും അത് ചെന്നൈയിലുള്ള ആ പ്രത്യേകമായ കേന്ദ്രത്തിൽ അത് ഉരുക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അത് നിർമ്മിച്ചത്. പക്ഷേ അതിനിപ്പോ ഹൈക്കോടതി പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞാൽ കാര്യം പുനർനിർമ്മാണത്തിനായി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അത് ഉരുക്കിയ ഒരു സാഹചര്യത്തിൽ അത് എത്തിക്കാൻ കഴിയാത്ത ഒരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നു. കർശനമായി ഹൈക്കോടതി ഒരു ഉത്തരവ് പറയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അത് എത്തിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി ദേവസ്വം ബോർഡിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തിയതോടുകൂടി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. തൽക്കാലം അത് എത്തിക്കേണ്ടതില്ല, അക്കാര്യം ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ രേഖകൾ മുഴുവൻ ഹൈക്കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. അത് എത്ര വേഗം ഹാജരാക്കണം. ഇനിയിപ്പോൾ ഈ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കുന്നതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഇടപെടലോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? ഇപ്പോ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനാണ് കോടതി മുതിരുന്നത്. പ്രത്യേകിച്ച് ഇത് ഒരുക്കിയ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ട് അത് എത്തിക്കണമെന്നൊരു പ്രതിസന്ധി കോടതി മനസ്സിലാക്കുന്നു. മാത്രമല്ല, നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് കോടതി മനസ്സിലാക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് 2018 മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ രേഖകളും മഹസർ ഉൾപ്പെടെ ഏതൊക്കെ ഭാഗത്ത് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പാളികളുണ്ട്, അല്ലെങ്കിൽ ഈ പാളികളിൽ തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത് ഉൾപ്പെടെ കോടതി വിശദമായി പരിശോധിക്കും. അത് ഇന്ന് തന്നെ എത്തിച്ചാൽ ആ രേഖകൾ ഇന്ന് തന്നെ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയിളക്കിയതിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത്. അനുമതി തേടാതെ പാളി ഇളക്കിക്കൊണ്ടുപോയതിൽ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത്. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.